എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ചിപ്പിമോൾക്ക് വലിയൊരു അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ പേരില് രചന ആകാശും മുതലെടുക്കാനായിട്ട് നോക്കുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം മൃണാളിനിയും ആകാശം രചനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മൃണാളിനി ഒരു കാര്യം നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. ചിപ്പിമോളെ സ്വന്തമാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ മഹേഷിനെ മനഃപൂർവ്വം സോഷ്യൽ മീഡിയാസിലൊക്കെ ഇട്ട് വലിച്ചു കീറണം. അവൻ നിങ്ങളുടെ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും നടത്തിയാൽ മതി. പിന്നീട് നിങ്ങളുടെ മോളെ നിങ്ങളുടെ അടുത്തേക്ക് അവൻ എത്തിച്ചോളൂ എന്നൊക്കെ പറയാം. ഞാനുണ്ടല്ലോ എന്റെ ചാനലിൽ വന്ന് നിങ്ങൾ രണ്ടു വാക്ക് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയാം. പക്ഷെ രചനയ്ക്ക് അത് സമ്മതമല്ലായിരുന്നു. കാരണം രചനയുടെ വിചാരം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ നാണം കിടും. കല്യാണത്തിന് മുമ്പ് തനിക്ക് ആകാശത്തിലുണ്ടായ മോളാണ് ചിപ്പി എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആൾക്കാരെന്താ വിചാരിക്കുക. അപ്പൊ അതിനു മുമ്പ് താൻ അങ്ങനെ പോയെന്നല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇട്ട് ആകാശ് പറഞ്ഞു, ഇവിടെ നമ്മൾ ബുദ്ധിപൂർവ്വമാണ് കളിക്കേണ്ടേ, നമ്മുടെ ബുദ്ധി നമ്മൾ പ്രയോഗിക്കണം. ഇവിടെ അഭിമാനം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ചിപ്പിനെ സ്വന്തമാക്കണമെങ്കിൽ ചില കളികളൊക്കെ നടത്തിയേ മതിയാവുള്ളൂ എന്ന് പറയാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇഷിതയിൽ തന്നെ തുടങ്ങാന്ന് പറയാണ്. ഇഷിതയാണ് നമ്മുടെ ആദ്യത്തെ ടാർജറ്റ്. അവളെ വെച്ചോടെ നമുക്കുള്ള ഒരു കളി കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് മൃണാളിനിയോടും രചനയോടും തന്റെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് സമ്മതമായിരുന്നു. രചന പറഞ്ഞു, ഇതൊക്കെ വർക്കാവോ? ഉറപ്പായിട്ടും വർക്കാവും. നീ നേരത്തെ തന്നെ അല്ലെങ്കിലും മഹേഷിന്റെ മനസ്സിലേക്ക് ഇച്ചിരി തീപ്പൊരി കയറ്റി വിട്ടിരിക്കുന്നല്ലേ, അതൊന്ന് ആളി കത്തിച്ചാ മതി. പിന്നെ അറിയാലോ, ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മൃണാളിനി പറഞ്ഞു, അത് ശരിയാ, സോഷ്യൽ മീഡിയാസിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു, ആ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്കാൻ പറയാണ്. മൃണാളിനിയുടെ ആകാശിന്റെ വേറൊരു ഉദ്ദേശം ഇഷിതയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യം ഈ പറയുന്ന രചനയ്ക്ക് മനസ്സിലായില്ല. രചനയുടെ വിചാരം എന്താ, ചിപ്പിമോളെ സ്വന്തമാക്കാനായിട്ട് ഇവർ തന്നോടൊപ്പം നിൽക്കുന്നു എന്നൊരു ചിന്ത മാത്രം ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കുറച്ചു സമയം കൂടെ മൃണാളിനെ സംസാരിച്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നേ. ഈ സമയം രചന പറഞ്ഞു, ആകാശെ, എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കണ്ട് വരുവോ? എന്തിന്? അങ്ങനെ നാണം കണ്ട ആവശ്യമൊന്നും വരത്തില്ല. ദേ, നീ എന്റെ ഭാര്യയല്ലേ നിൽക്കും. ഭാര്യയൊക്കെയാണ്, പക്ഷെ ഇന്ന് വരെ എന്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടില്ല ആകാശ്. ഞാൻ പലവട്ടം ഇതിനെക്കുറിച്ച് പറഞ്ഞു. നാളെ സോഷ്യൽ മീഡിയാസിലൊക്കെ വാർത്തയാണ് സമയത്ത് ആൾക്കാർ എന്തേലും ചോദിച്ചാല് ഞാൻ എന്താ മറുപടി പറയണ്ടേ? ഇപ്പോഴും നമ്മൾ കാമുകന്മാരായിട്ടല്ലേ താമസിക്കുന്നത്, ലിവിങ് ടുഗദർ അല്ലായിരുന്നു ചോദിക്കുക. അതിനൊക്കെ സമയമുണ്ട് രചന, നീ ഒന്ന് സമാധാനപ്പെട്. നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുക. ഇല്ല ആകാശ, അതല്ല. പിന്നെ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ചിപ്പിമോളെ സ്വന്തമാക്കണം, അതിനുശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയണം. പിന്നീട് പിറ്റേ ദിവസം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകണം. അന്ന് കുറച്ച് അർജന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് കുറച്ച് നേരത്തെയാണ് പോയത്. അന്ന് ചിപ്പിമോൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു. ആ സമയം മഹേഷ് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എന്ത് ചെയ്യണം, മഹേഷ് കുറെ സമയം കൂടെ കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് പോയിട്ട് ഇറങ്ങണേ. ഈ സമയത്ത് ചിപ്പിമോൾ എന്ത് ചെയ്യണം, നേരെ മാഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയിരുന്ന് സുചിത്രയായിട്ട് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും സുചിത്രയോട്, സുജാൻറ്റി നമുക്ക് താഴെ ഗാർഡനിലേക്ക് പോകാന്നൊക്കെ പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, സുചിത്രയും കൂടി താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് മഹേഷ് അങ്ങോട്ട് വന്ന് വണ്ടി എടുത്തു. പക്ഷെങ്കില് ചിപ്പിമോൾ ആ പുറകോട്ട് ഓടി വന്ന് മഹേഷ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾക്കിട്ട് കയറി ഇടിക്കുവാണ്. ചിപ്പിമോൾ അങ്ങോട്ട് തെറിച്ച് വീഴുവാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുചിത്ര അല്ല നിലവിളിക്കാണ്. പെട്ടെന്ന് മഹേഷ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് താഴെ കിടക്കുന്ന കണ്ടേ. ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ ചിപ്പിമോളെ എടുത്തിട്ട് മഹേഷ് സുചിത്രയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ആ സമയത്തൊന്നും ചിപ്പിമോൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. മഹേഷിനോട് കൈയും കാലും പറിച്ചിട്ട് പാടില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇഷിതയുടെ അടുത്തേക്ക് സുചിത്ര ഓടിച്ചെല്ലുന്നത്. സുചിത്ര ഓടിച്ചെന്ന് പറഞ്ഞു, അതെ ചിപ്പിമോൾക്ക് ആക്സിഡന്റ് ആയെന്ന് പറയണം. ആക്സിഡന്റ് എന്ത് കാണിച്ച്? പിന്നീട് കാര്യങ്ങൾ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്നായി പോയി. ഇഷിത പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരും. അപ്പൊ സിറ്റി ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. ഇഷിത വന്ന് ചിപ്പിനെ നോക്കുകയാണ്. ചിപ്പിനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി പെട്ടെന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. എക്സ്റേ സ്കാനിങ്ങും എല്ലാ കാര്യങ്ങളും എടുക്കുവാണ്. ആ സമയത്തൊക്കെ മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ കയ്യബദ്ധം താൻ കാരണമാണല്ലോ. ഒരു പക്ഷെ താൻ ഒരു വേള ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. മഹേഷ് ആകെപ്പാടെ വീർപ്പ് മുട്ടി നിൽക്കുവാണ്. പിന്നീട് ഇഷിത അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും മഹേഷ് അവിടെ നിൽക്കുന്നുണ്ട്. മഹേഷിനോട് പേടിക്കണ്ട, സ്കാനിങ് എക്സ്റേ ഒന്നും എടുക്കുന്നുണ്ട്, പേടിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയാണ്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് മഹേഷിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. താൻ കാരണമാണല്ലോ
തന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ബ്ലഡൊക്കെ കയറണം, കാരണം ചിപ്പിമോൾക്ക് കുറെ ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മഹേഷിന്റെ ബ്ലഡ് ഗ്രൂപ്പും ചിപ്പിമോളുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നായിരുന്നു. പിന്നീട് മഹേഷോട് ഞാൻ ബ്ലഡ് തരാന്ന് പറയണ. അങ്ങനെ മഹേഷ് ബ്ലഡ് കൊടുക്കുവാണ് ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട്. ഈ സമയത്തെല്ലാം ഇഷിത വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇഷിതയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് ഇഷിത ചിപ്പിമോളുടെ ഇടയിൽ ഇരുന്നിട്ട് ചിപ്പിമോളെ വിളിക്കുകയാണ്. മോളെ എഴുന്നേക്ക് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചിപ്പിമോൾ ഉണർന്നിട്ടില്ല. ചിപ്പിമോൾ അതേ കിടപ്പ് തന്നെ കിടക്കുവാണ്. ഇഷിതയ്ക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. പിന്നീടാണ് രചനയും ആകാശവും ഈ കാര്യങ്ങളൊക്കെ അറിയണേ. ചിപ്പിമോൾക്ക് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലായെന്നുള്ള കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രചന ആകാശിനോട് പറഞ്ഞു, ആകാശ നമുക്ക് ഇപ്പൊ തന്നെ പോണെന്ന് പറയാണ്. അങ്ങനെ ആകാശം രചനയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് സുമിത്ര അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സുമിത്രയെ കണ്ടതും രചന വന്നിട്ട് ചോദിച്ചു, എന്തിയെ എന്റെ മോൾ എന്തിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുമിത്ര പറഞ്ഞു, അകത്തുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും രചന, എനിക്കിപ്പോ എന്റെ മോളെ കാണണം ആകാശെ, എനിക്കെന്റെ മോളെ കാണണമെന്ന് പറയണം. എങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ ഡോക്ടറെ എന്റെ മോളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. മോളോ? നിങ്ങളുടെ മോളോ ഏതാ? അത് ചിപ്പി നിങ്ങളുടെ മോളോ? അത് ഡോക്ടർ ഇഷിതയുടെ മഹേഷിന്റെ മോളല്ലേന്ന് ചോദിക്കണം. അല്ല ഡോക്ടറെ, ഇത് എന്റെ രചനയുടെ മോളാണെന്ന് ആകാശ് പെട്ടെന്ന് പറയാണ്. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ട് ഡോക്ടറോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് കേട്ടിപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മോളോ എന്ന് ചോദിക്കണം. അത് ഞങ്ങളുടെ മോളാണ് എന്ന് പറയാണ്. ഡോക്ടർക്കൊന്നും മനസ്സിലായില്ല. ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന്റെ കണ്ടീഷൻ വെച്ചാൽ ക്രിട്ടിക്കലാന്ന് പറയണം. ഞങ്ങൾക്കിപ്പോ അവളെ കാണണം എന്ന് പറയണം. അതിപ്പം ഇപ്പൊ കാണാനായിട്ട് പറ്റില്ല എന്ന് പറയണം. ഇപ്പൊ എന്താണ് കുട്ടീനെ കാണാൻ അലൗഡ് അല്ലെന്ന് പറയണം. അതെങ്ങനെ ശരിയാവും? കുട്ടിയുടെ അച്ഛനും അമ്മയും ഞങ്ങള് വേണ്ട കാണാനായിട്ടെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഡോക്ടർക്കും. ഇവര് ഇങ്ങനെ പറയുന്നു. പക്ഷെ ഡോക്ടർ ഇഷിതയുടെ കുട്ടിയാണ് ചിപ്പിമോളെന്നാണ് താൻ അറിഞ്ഞിരിക്കുന്ന കാര്യം. പിന്നീട് ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറയണം. അങ്ങനെ രചന ആകാശം കൂടെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ഇഷിതയാണ് ആകെപ്പാടെ തകർന്ന മട്ടിലിരിക്കുകയാണ്. ഇതുവരെയായിട്ടും ചിപ്പിമോൾക്ക് ബോധം പോലും വീണിട്ടില്ല. അങ്ങനെ ബ്ലഡൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം മഹേഷ് പുറത്തേക്ക് വരുവാണ്. മഹേഷ് പുറത്തു വന്നിട്ട് ആകെപ്പാടെ സമനിലയേറ്റ് പോലെ ഇരിക്കുക. മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും രചന ആകാശം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. മഹേഷിനെ കണ്ടതും രചന അങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ്. എടാ, നീ എന്റെ കുഞ്ഞിനെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിക്കുക അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം മഹേഷ് തലയെടുത്ത് നോക്കി. രചനേനെയും ആകാശിനെയും കൂടെ മുന്നിൽ കണ്ടേ ഒന്നും നോക്കിയില്ല. ഒറ്റ തൊഴിയായിരുന്നു. ആകാശിന്റെ ആ നെഞ്ചും കൂടെ നോക്കി. ആകാശം മലന്നടിച്ച ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നീ എന്താടാ പറഞ്ഞത്? നീ ഇവളും കൂടെ ചേർന്നിട്ടുള്ള ചതി അത് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നു വിചാരിച്ചോ? അത് നിന്റെ ഒന്നും മോളല്ലടാ, എന്റെ കുട്ടിയാന്ന് പറയാണ്. ഇത് കേട്ടതും രചന പറഞ്ഞു, ദേ മഹേഷ് ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ആകാശന്റെ കുട്ടിയാന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലടി, നീ തെളിയിക്കടി. നിന്റെ കൈ വല്ല DNA ടെസ്റ്റിന്റെ ബലം ഉണ്ടെന്നല്ലോ, നീ അത് കൊണ്ടൊന്ന് തെളിയിക്കുക. എന്താള് ചിപ്പിമോൾ എന്റെയാ, ചിപ്പിമോളെ ആർക്കും ഞാൻ വിട്ടു തരത്തില്ല, കാണാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ പോകുന്നുള്ളൂ. എന്റെ രചനയുടെ കുട്ടിയാണെങ്കിൽ അവളെ ഞാൻ കണ്ടു പോളെന്ന് പറയണം. മഹേഷിന് ആപ്പടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുവാണ്. ഇഷിതയെ കണ്ടതും അവരുണ്ടേരും അങ്ങോട്ട് ചെന്നിട്ട് രചന ചോദിച്ചു, എങ്ങനെയുണ്ട് ഇഷിത, മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അവളുടെ നിലയിച്ചില് ക്രിട്ടിക്കലായിട്ട് തുടരാന്ന് പറയണം. എനിക്ക് മോളെ ഒന്ന് കാണാന്ന് പറഞ്ഞപ്പം ഇഷിത പറഞ്ഞു, ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയണം. അതെങ്ങനെ ശരിയാവെന്ന് ചോദിച്ചിട്ട് ഇഷിതയോടും ദേഷ്യപ്പെടുന്നുണ്ട്. ഇഷിത പറഞ്ഞു, ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണാൻ പറ്റില്ല. ഇത് കേട്ടപ്പോ ആകാശം ഞങ്ങളുടെ കുട്ടിയാന്ന് പറയണം. അതിന് തെളിവുകൾ എന്തേലും ഉണ്ടോ നിങ്ങളുടെ കുട്ടിയെന്ന്? കോടതി മഹേഷിന്റെ കൂടെയാണ് കുട്ടിയെ വിട്ടുവെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും രചന പറഞ്ഞു, ഓഹോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പരാതി കൊടുക്കാൻ പോവാ. ഞങ്ങളുടെ കുട്ടിയെ കാണാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞോണ്ട് അവളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞോണ്ട് മഹേഷാണ് ക്രൂരത ചെയ്തേ. മഹേഷിന്റെ കുട്ടിയല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവൻ ചെയ്ത കാര്യമെന്ന് പറയണം. ഇത് കേട്ടത് ഇഷ പറഞ്ഞത് ഹോസ്പിറ്റലാണ്, അനാവശ്യം വിളിച്ചു പറയില്ലെന്ന് പറയണം. അനാവശ്യം വിളിച്ചു പറഞ്ഞല്ല, ഉള്ള കാര്യമാണ്. നിങ്ങളുടെ ഭർത്താവിനും ഭ്രാന്താണെങ്കിൽ കൊണ്ട് ചെങ്ങലക്കിട്, ഞങ്ങളുടെ കുട്ടീനെ വിട്ടുതരാൻ പറ എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് വീണ്ടും ചാടി എഴുന്നേറ്റ് തല്ലാൻ തുടങ്ങുകയാണ്. ആ സമയം ഇഷിത കയറി തടഞ്ഞു, വേണ്ടാന്ന് പറയാണ്. പിന്നീടാണ് വീട്ടില് മാഷും പ്രിയാമണിയല്ല ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവര് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. പിന്നീട് സ്വപ്നവല്ലിയും രാമനാഥനും എല്ലാരും കൂടെ വരുന്നുണ്ട്. അവരെല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ പറയുന്ന ഇഷിതയ്ക്കും മഹേഷിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിപ്പമോളക്കാണ് ഇതിലായിട്ടും ബോധം പോലും വീണിട്ടില്ലാത്തൊരവസ്ഥയാ. ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യുന്നുണ്ട്. തലയ്ക്കാണ് നന്നായിട്ട് പരിക്കേറ്റിരിക്കുന്നത്. കുറെ ബ്ലഡ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ മയക്കുമായിരുന്നു. പിന്നീട് സ്വപ്നം വലിയ കിടന്ന് അവിടെ വന്നാണ് അലമുറയിട്ട് കരഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷി പറഞ്ഞ്, പേടിക്കണ്ടമ്മേ, ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്, ചിപ്പിമോൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. ഈ സമയം ഇഷിതയുടെ ആ ടെൻഷനും ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മഹേഷിനാണെങ്കിൽ
എന്ത് ചെയ്യണം നിർത്തില്ല. കാരണം സ്വന്തം കുട്ടിക്ക് ആപത്ത് വന്നാൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് ഇഷിത. ആകെപ്പാടെ വെപ്രാളപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും രാമനാഥൻ വന്നിട്ട് ചോദിച്ചു, മോനെ ചിപ്പിമോള് പേടിക്കണ്ടച്ചാ, ഇഷിത നോക്കുന്നുണ്ടല്ലോ, പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് രാമനാഥനെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം മഹേഷിന്റെ നെഞ്ചി തീയ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ സമയത്ത് അച്ഛനെയും അമ്മേനെയൊക്കെ ആശ്വസിപ്പിക്കേണ്ട തന്റെ കടമയാന്ന് അവന് നന്നായിട്ട് അറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഈ ചിപ്പിമോൾക്കൊന്നും സംഭവിക്കത്തൊന്നുമില്ല. ചിപ്പിമോള് ജീവിതത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചു. നന്ദി.